ഇപ്പൊ എനിക്ക് അബദ്ധം പറ്റിയേന്. ഞാനേ ഇതിലെ വരുമ്പോ പ്രിയ ഇവിടെ ഇരിക്കുന്ന കണ്ടായിരുന്നു. കണ്ടപ്പോ എനിക്ക് തോന്നിയെന്താണെന്നറിയാം, എന്റെ നിത്യക്കുട്ടി ഇരിക്കുന്നു. ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ പോയതാ ഞാൻ. പെട്ടെന്ന് ഓർത്തത് നിത്യ മരിച്ചു പോയല്ലോ, ഇത് പ്രിയാണല്ലോ. അപ്പൊ ഞാൻ സൂക്ഷിക്കണമല്ലോ ശരത്തെ. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാന് അങ്ങനെ ഒരുത്തനല്ല. അല്ല, അബദ്ധം പറ്റാലോ, സ്ഥലകാല വിഭ്രമം. അത് പറ്റാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. എന്റെ പേടി എന്താണെന്നറിയോ, കുറച്ച് കഴിയുമ്പോ എന്നെ കല്യാണം കഴിക്കണമെന്ന് ശരത്ത് പറയൂന്ന്. എന്നെയല്ല, നിത്യ. ശരത്തിന്റെ മനസ്സിൽ ഞാൻ നിത്യയുടെ സ്ഥാനത്താണല്ലോ. അതിന് സാധ്യതയില്ലാതില്ല. പ്രിയക്കറിയാവും, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിത്യയായിരുന്നു. പെട്ടെന്നൊരു ദിവസം എന്നെ ഉപേക്ഷിച്ച് നിത്യ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിത്യ കല്യാണം കഴിക്കാനുള്ള യോഗം എനിക്കില്ലായിരുന്നു. ഞാനിപ്പോ എന്താ വേണ്ടത്? എന്താ ശരത്ത് ഉദ്ദേശിക്കുന്നത്? എന്റെ മനസ്സ് തിരിച്ചറിയുന്നാലും ഇന്ന് ഈ വീട്ടിലില്ല പ്രിയ. പ്രിയ അങ്ങനെ ഒരാളായി മാറണമെന്നാ എന്റെ ആഗ്രഹം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരത്തിന്റെ പ്രയാസം. ഒരാണും സഹിക്കില്ല ഇതുപോലൊരു മരണം. എന്നെ കൊണ്ടാവുന്ന സഹായങ്ങള് ഞാൻ ചെയ്തു തരാം. അതല്ലേ എനിക്ക് പറ്റൂ. സഹായം എന്ന് പറയുമ്പോ ഉദാഹരണത്തിന്